ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ചീസി കുനാഫിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻസൊക്കെ അറിയിക്കാനും മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കുറച്ച് മുമ്പൊക്കെ നമുക്ക് കുനാഫിൻ്റെ ഡോ കിട്ടാൻ ഭയങ്കര പ്രയാസമായിരുന്നു. ഇപ്പോൾ മിക്കവാറും എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും ഈ കുനാഫ വെർമിസെല്ലി എന്ന് പറഞ്ഞിട്ട് കിട്ടാണ്ട്. അപ്പോൾ ഞാൻ ഇതേപോലത്തെ ഒരു ബോട്ടിലാണ് കേട്ടോ മേടിച്ചത്. അപ്പോൾ ഇത് നമ്മൾ ഫ്രീസറിലാണല്ലോ സൂക്ഷിക്കേണ്ടത്. ആവശ്യത്തിന് എടുത്ത് ഉപയോഗിക്കുക, ആവശ്യം കഴിഞ്ഞാൽ പിന്നെ ഫ്രീസറിൽ തന്നെ വെക്കണം. ഒരു 3 മണിക്കൂർ മുമ്പൊക്കെ എടുത്ത് പുറത്ത് വെക്കണം. അപ്പോൾ ഇത് ഇതേപോലത്തെ ഒരു മൂടിയുള്ള ബോട്ടിൽ വരുന്നതിനോണ്ട് നല്ല സുഖമായിട്ട് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം. പിന്നെ ഇതിനാകെ 70 രൂപയാണ് കേട്ടോ വന്നിട്ടുള്ളത്. പിന്നെ ഓരോരോ ബ്രാൻഡിനനുസരിച്ച് ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ ഇതന്നെ ഫുള്ളും വേണ്ട നമുക്ക് ഉണ്ടാക്കാൻ. ഇതൊരു 500 ഗ്രാമിൻ്റെ ബോട്ടിലാണ്. പിന്നെ നമുക്ക് മൊസറല്ല ചീസാണ് കേട്ടോ വേണ്ടത്. ഞാനിവിടെ മിൽക്കി മിസ്റ്റിൻ്റെ ചീസാണ് എടുത്തത്. അപ്പം അതും 120 രൂപേൻ്റെ ഒരു പാക്കാണ്. പക്ഷേ ഇതും ഫുള്ളൊന്നും വേണ്ട. പിന്നെ കുറച്ച് അൺസാൾട്ടഡ് ബട്ടറും കൂടി വേണം. അപ്പോൾ ഇത് 100 ഗ്രാമിൻ്റെതാണ്. അപ്പോൾ ഇതിലൊരു 2-2.5 ടേബിൾ സ്പൂണൊക്കെ അപ്പോൾ എനിക്ക് ആവശ്യം വന്നിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഈ കുനാഫയിൽ നിന്ന് ഞാനൊരു 200 ഗ്രാമൊക്കെ എടുക്കണുള്ളൂ കേട്ടോ. അതൊന്ന് പൊടിച്ചിങ്ങനെ കൈ കൊണ്ട് തന്നെ പൊടിച്ചിട്ടാൽ മതി, അല്ലെങ്കിൽ ഒരു കത്തി വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ടാലും മതി. ഇനിയിപ്പോൾ മിക്സിയിലൊന്ന് ക്രഷ് ചെയ്താലും കുഴപ്പമില്ല, വല്ലാണ്ട് പൊടിഞ്ഞു പോകാൻ മതി. അതിൽ നമുക്ക് മെൽറ്റ് ചെയ്ത ബട്ടർ ചേർക്കണം. ബട്ടർ എപ്പോഴും മെൽറ്റ് ചെയ്തിട്ട് തന്നെ ചേർക്കാം കേട്ടോ. കട്ടായിട്ട് ചേർത്താൽ നമുക്ക് മിക്സ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതൊരു 2.5 ടേബിൾ സ്പൂണൊക്കെ വേണ്ടി വരും. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് കൈകൊണ്ട് കുഴച്ച് എല്ലാ ഡോയിലേക്കും എത്തുന്ന രീതിയിൽ കുഴച്ചെടുക്കാം. നമ്മൾക്ക് തന്നെ മനസ്സിലാവും ഏകദേശം ഇത്ര കുനാഫയിലേക്ക് എത്രത്തോളം ബട്ടർ ഇട്ടാൽ അതിങ്ങനെ പൊതിഞ്ഞിരിക്കും, അത്രത്തോളം ഇട്ടാൽ മതി. കണക്കൊന്നും നിർബന്ധമില്ല. ഇപ്പോൾ ഇതാ ബട്ടർ നല്ലോണം കുനാഫ ഡോയിലേക്ക് മിക്സാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് സെറ്റ് ചെയ്യണം. ഇനി ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം എടുക്കണം കേട്ടോ. ഞാൻ പിന്നെ ചീസൊന്ന് ഗ്രേറ്റ് ചെയ്തത് കുറച്ച് വേണം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യാനുള്ള പാകത്തിന് എടുത്താൽ മതി. ഞാനതൊരു പീലറിലിട്ടിട്ട് ഫിൽ ചെയ്ത് വെച്ചതാണ്. ഇനി കുനാഫ ഡോ നമ്മൾ ഈ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൻ്റെ അടിയിലൊന്ന് ലെയർ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇതൊന്നും ഇല്ലെങ്കിൽ സാധാരണ സ്റ്റീൽ പ്ലേറ്റോ എന്തെങ്കിലും കേക്കിൻ്റെ ട്രേ ആയിട്ട് എടുത്തിട്ട് അതിലാക്കിയിട്ട് ഒരു മൂടിയുള്ള പാത്രത്തിൽ ഇറക്കി വെച്ചാലും മതി. അപ്പോൾ ഞാനിത് ഒരു മൂടിയുള്ള നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൽ അടിയിലിങ്ങനെ നമ്മൾ ഈ ഡോ സെറ്റ് ചെയ്യാണ്. നല്ലോണം പ്രസ് ചെയ്ത് കൊടുക്കണം. കൈ കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പാത്രം വെച്ചിട്ടോ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ നമ്മളിത് വെന്ത് കഴിഞ്ഞ് മറിച്ചിടുന്ന സമയത്ത് നടുമുറിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതിനെക്കൊണ്ട് നല്ലോണം അമർത്തി കൊടുക്കുക. ഞാനിത് അതേപോലെ ഒരു സ്റ്റീലിൻ്റെ പാത്രം വെച്ചിട്ടൊന്ന് അമർത്തുന്നുണ്ട് കേട്ടോ. വക്കൊക്കെ ഉണ്ടായാലും കുഴപ്പമില്ല. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മൾ ചീസ് ഫില്ലിങ് നിറയ്ക്കാൻ പോവാണ്. പിന്നെ ചീസ് ഫില്ലിങ്ങിൻ്റെ മുകളിൽ നമുക്ക് ഇതേപോലെ ഒരു ലെയറും കൂടി കുനാഫ ഡോ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. പക്ഷേ ആ ഭാഗം കൂടി പിന്നെ മറിച്ചിട്ട് വേവിക്കേണ്ടതായിട്ട് വരും. ആദ്യം അടി വെന്ത് കഴിഞ്ഞിട്ട് പിന്നെ മറിച്ചിട്ടിട്ട് ആ ഭാഗം കൂടി ഒരു പാനിലിട്ടിട്ട് ഒന്നിങ്ങനെ മൊരിയിച്ചെടുക്കേണ്ടി വരും. ഇങ്ങനെ ചെയ്യുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല, ഒരു ഭാഗം തന്നെ മുരിഞ്ഞാൽ മതി. പിന്നെ ചീസ് അപ്പോഴത്തേനും മെൽറ്റായി കിട്ടിക്കോളും. ഞാനിനി ഇതിൻ്റെ മുകളിൽ വേറെ ലെയർ ഇടുന്നില്ല. അത് ഇങ്ങനെ തന്നെ അടച്ച് വെച്ച് വേവിക്കാൻ പോവാം. കറക്റ്റ് 20 മിനിറ്റ് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെക്കണം. അപ്പോഴത്തേനും ഇത് കറക്റ്റായിട്ട് നല്ലൊരു ഗോൾഡൻ കളറായിട്ട് വരും കേട്ടോ. ഒരു ഗോൾഡൻ ബ്രൗൺ ആയിട്ട് വരും. ഇത് വേവണ സമയം കൊണ്ട് നമുക്ക് കുനാഫയിലേക്ക് വേണ്ടിയിട്ടുള്ള ഷുഗർ സിറപ്പ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു 1/4 കപ്പ് പഞ്ചസാര, ഒരു 1/4 കപ്പ് തന്നെ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തിളച്ച് വരുമ്പോൾ ഒരു 1/4 ഭാഗം ചെറുനാരങ്ങൻ്റെ നീരും കൂടി ഒഴിച്ച് കൊടുക്കുക. ഷുഗർ സിറപ്പ് കട്ടായി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതിൽ ഫ്ലേവറിന് വേണ്ടിയിട്ട് നമുക്ക് ഒന്നെങ്കിൽ റോസ് വാട്ടറോ അല്ലെങ്കിൽ സാഫ്രോൺ ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യുക, അല്ലെങ്കിൽ ഒന്നുമില്ല ഏലക്കായൊക്കെ ചേർക്കുക. ഞാനിവിടെ റോസ് സിറപ്പ് ഉണ്ടായതുകൊണ്ട് ഒറ്റ ഡ്രോപ്പ് മാത്രം അത് ചേർക്കിട്ട്. ഞാനൊരു 15 മിനിറ്റ് കഴിഞ്ഞപ്പം നോക്കിയപ്പോൾ സൈഡൊക്കെ ഇങ്ങനെ മുരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ സൈഡിലത്തെ കളർ നന്നായിട്ട് മാറി വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. ബ്രൗൺ ആവാൻ നിൽക്കരുത്. കറക്റ്റ് 20 മിനിറ്റ് ആകുമ്പോൾ നല്ലൊരു ഗോൾഡൻ കളർ ആയിട്ട് വരും. അപ്പോൾ ഓഫ് ചെയ്യാം. അപ്പോൾ ചീസൊക്കെ നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ടാവും. അതൊന്ന് നമുക്ക് വേറൊരു സെർവിങ് ഡിഷിലേക്ക് മറിച്ചിട്ട് കൊടുക്കാം. നമുക്ക് അതിലേക്ക് വേണ്ടിയിട്ടുള്ള ഷുഗർ സിറപ്പ് ഒന്നിങ്ങനെ മുകളിൽ കൂടെ ഒഴിച്ച് കൊടുക്കുക. എപ്പോഴാണ് കഴിക്കണത് ആ നേരത്താണ് ഒഴിച്ച് കൊടുക്കുന്നത് നല്ലത്. കാരണം ഇതിങ്ങനെ അധികം പേർക്കും ചൂടോടെ കഴിക്കാനായിരിക്കും ഇഷ്ടം. അപ്പോൾ ചൂടോടെ തന്നെ ഈ ഷുഗർ സിറപ്പ് ഇതിൽ സെർവ് ചെയ്തിട്ട് കഴിക്കുക. പിന്നെ എനിക്ക് ഒന്നും കൂടി ഇഷ്ടപ്പെട്ടത് ഇത് തണുപ്പിച്ച് കഴിക്കുമ്പോഴാണ് കേട്ടോ. ഈ ഷുഗർ സിറപ്പൊക്കെ ഒഴിച്ച് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം 1 മണിക്കൂർ കഴിഞ്ഞ് കഴിക്കുമ്പോഴാണ് എനിക്കൊരു കൂടുതൽ ടേസ്റ്റ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നമ്മളെ ഇഷ്ടം പോലെ ചെയ്യാം. എങ്ങനെ കഴിച്ചാലും ഇതിന് പൊളി ടേസ്റ്റാണ് കേട്ടോ. ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. നല്ല ചീസിയാണ്. ഈ ചീസ് ഇങ്ങനെ വലിഞ്ഞ് നിൽക്കണ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്, നല്ല ടേസ്റ്റുമാണ്. സാധാരണ പിസ്തൊക്കെ വെച്ചിട്ട് കേട്ടോ ഡെക്കറേറ്റ് ചെയ്തപ്പോൾ എൻ്റെ കയ്യിലില്ലായിരുന്നു. പിന്നെ അതിനൊന്നുള്ള ടൈമും ഉണ്ടായിട്ടില്ല കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. പെട്ടെന്ന് തന്നെ തീർന്നു.
മിക്കവാറും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻസൊക്കെ അറിയിക്കാനും മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.